കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ. ആ കപ്പൽ കേരളത്തിന് മാത്രമല്ല ശ്രീലങ്കയ്ക്കും പണി കൊടുത്തു എന്ന് കേൾക്കുന്നു. എന്താണ് സംഭവം? അതായത് കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ മെയ് 25 അന്നാണ് MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ മുങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കൊച്ചി തീരത്ത് നിന്ന്, കൊച്ചി ആലപ്പുഴ ആ മേഖലയിൽ നിന്ന് ഏതാണ്ട് തീരത്ത് നിന്ന് നോട്ടിക്കൽ മൈൽ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായില്ല, ഏകദേശം 70 കിലോമീറ്റർ ദൂരം അകലെ, അതായത് തീരക്കടലെന്ന് തന്നെ പറയണം, ഉൾക്കടലല്ല. സാധാരണ ചരക്ക് കപ്പലുകളൊക്കെ പോകുന്നത് ഉൾക്കടലിലാണ്, പക്ഷേ തീരക്കടലിൽ മുങ്ങിയ ഒരു കപ്പലാണ് MSC എൽസ 3. അപ്പോൾ ആ കപ്പൽ അത് മുങ്ങുന്ന സമയത്ത് അതിലേതാണ്ട് 640 കണ്ടെയ്നറുകൾ ആ സമയത്തുണ്ടായിരുന്നു. അതിൽ ചില കണ്ടെയ്നറുകളിൽ എന്തോ ദുരൂഹമായ എന്തോ സംഗതികളുണ്ട് എന്നൊരു സംഗതി അപ്പോൾ വന്നിരുന്നു. പിന്നീട് ആ വാർത്തകൾ അസ്ഥാനത്താണെന്നുള്ള, അതായത് അതിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് ഏറ്റവും ഗുരുതരമായ സംഗതി. അത് ഒരുപാട് പരിസ്ഥിതി പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ആ കണ്ടെയ്നറുകൾ ഏതായാലും ഇപ്പോൾ വെള്ളത്തിലാണ്, അത് വന്നിട്ടില്ല. അത് ഈ വെള്ളവുമായിട്ട് പ്രതിപ്രവർത്തനം നടത്തിയാൽ അത് തീപിടിക്കാനുള്ള സാധ്യതയുള്ള ഒരു രാസവസ്തുവായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഗുരുതരമായ സംഗതി, ഈ നമ്മുടെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിലേറെയും ഈ പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ആയിരുന്നു. അതായത് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ തരികൾ പോലെയുള്ള സംഗതി. ഇപ്പോൾ കേരള തീരത്ത് ഇത് കണ്ടമാനം വന്ന് അടിഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 10 മടങ്ങ് സാധനമാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ ചെന്ന് തങ്ങിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ശ്രീലങ്കയുടെ വടക്കൻ തീരത്ത്, അതായത് അവരുടെ രാജ്യ തലസ്ഥാനമായ കൊളംബോയുടെ തീരപ്രദേശത്ത്, കൃത്യം പറഞ്ഞാൽ മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. കണ്ടമാനം ഈ പ്ലാസ്റ്റിക്, അതായത് പ്ലാസ്റ്റിക് തരികൾ, ചെറിയ ചെറിയ തരികൾ വന്ന് അടിഞ്ഞു കൂടിയിട്ട് അവിടെ മത്സ്യസമ്പത്തിന് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അവിടെ കൃത്യം പറഞ്ഞാൽ അവിടുത്തെ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉള്ളത് മറൈൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു വകുപ്പാണുള്ളത്. അപ്പോൾ അവരവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇത് നീക്കം ചെയ്യാനായിട്ട് അവർ സർക്കാർ ഉദ്യോഗസ്ഥരെയും വളണ്ടിയർമാരെ അടക്കം നിയോഗിക്കുന്നു എന്നുള്ളതാണ് വന്നത്. ഇനി അവിടുത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സർക്കാർ, ഇന്ത്യൻ ഗവൺമെൻറ് നേരത്തെ തന്നെ ശ്രീലങ്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഇങ്ങനെ ഒരു കപ്പൽ അപകടം ഇവിടെ നടന്നിട്ടുണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ അങ്ങോട്ട് ഒഴുകി എത്താനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാര്യം ഈ അടിയൊഴുക്ക് അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഘടന അങ്ങനെയാണ്. ശ്രീലങ്കൻ തീരത്ത് വന്ന് അടിയാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. അതുപ്രകാരം അവർ ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് കാര്യങ്ങൾ. അതിന് കാരണമുണ്ട്. ഈ കേരള തീരത്താണ് ഇത് വന്ന് അടിഞ്ഞതെങ്കിലും നമ്മുടെ ഇവിടെ ശേഖരിച്ച പ്ലാസ്റ്റിക് അത് ഏതാണ്ട് 540 മെട്രിക് ടണ്ണാണ്. അതിൻ്റെ 3-4 ഇരട്ടി വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കേരള തീരത്ത് വന്ന് അടിഞ്ഞത്, അത് കേരളത്തിലും തമിഴ്നാടിൻ്റെ തീരപ്രദേശത്താണ് ഇത് വന്ന് അടിഞ്ഞത്. അത് നീക്കം ചെയ്യാനായിട്ട് ഏതാണ്ട് 600ഓളം സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു 300ഓളം വളണ്ടിയർമാരും നേതൃത്വം കൊടുത്താണ് ഇത് നീക്കം ചെയ്തത്. വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. കാര്യം ഇത് ബീച്ചുകൾ വൃത്തിയാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ പരിപാടി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. അത് ഇപ്പോൾ ഹൈബി ഈഡൻ MP ലോക്സഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അതായത് നമുക്ക് 2 കപ്പൽ അപകടങ്ങളുണ്ടായിരുന്നു. അതായത് ഒന്ന് ഈ MSC എൽസ 3യും അതേപോലെ തന്നെ വാങ്ഹായ് 503, അത് തീപിടുത്തം ഉണ്ടായതാണ്. അത് 2 അപകടങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള ചോദിച്ചിരുന്നു ലോക്സഭയിൽ. അപ്പോൾ പാരിസ്ഥിതിക മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ് ഈ കാര്യം പറഞ്ഞത്. അതായത് മൊത്തം 540 മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അതുമാത്രമല്ല 66 കണ്ടെയ്നറുകൾ, അതായത് ഈ കപ്പലിൽ മൊത്തം 640 കണ്ടെയ്നറുകൾ ഉള്ളതിൽ 66 കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു, സുരക്ഷിതമായി അടിഞ്ഞു, വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ. അത് വിവിധ ഏജൻസികൾ, അതായത് ഈ കപ്പൽ അധികൃതർ തന്നെ ഏർപ്പാടാക്കിയ വിവിധ ഏജൻസികൾ മുഖേന ഈ 66 കണ്ടെയ്നറുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. കുറച്ച് കണ്ടെയ്നറുകൾ തകർന്നടിഞ്ഞു വന്നിട്ടുണ്ട്, അത് വേറെ, അത് മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ അതും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പണി ഏറെ കിട്ടിയിരിക്കുന്നത് ശ്രീലങ്കയ്ക്കാണ്. കാരണം ശ്രീലങ്കയ്ക്ക് ഒരു മുൻ അനുഭവമുണ്ട്. 2021 എക്സ്പ്രസ് പേൾ എന്ന് പറയുന്ന ഒരു കപ്പൽ സമാനമായ രീതിയിൽ ശ്രീലങ്കയിൽ മുങ്ങിയിരുന്നു, തീപിടിച്ച് മുങ്ങിയതാണ്. അപ്പോഴും ഇതേപോലെ ഒരു പാരിസ്ഥിതിക പ്രത്യാഘാതം ശ്രീലങ്ക നേരിട്ടിരുന്നു. അവിടെ അന്നും ഇതേപോലെ
ടൺ കണക്കിന് പ്ലാസ്റ്റിക് തരികളാണ് ശ്രീലങ്കയുടെ തീരത്ത് വന്ന് അടിഞ്ഞത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് തരികൾ വന്ന് അടിഞ്ഞതുകൊണ്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം മത്സ്യസമ്പത്തിന് വലിയ നാശനഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ്. കാര്യം അതായത് ചില മത്സ്യങ്ങൾ ഇത് ഭക്ഷണ സാധനമായിട്ട് കഴിച്ചിട്ട് അതുങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. അതുമാത്രമല്ല മത്സ്യമുട്ടകൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ തരികളുമായിട്ട് വരുമ്പോൾ മത്സ്യമുട്ടകൾ കൂട്ടത്തോടെ നശിക്കുന്നു. അങ്ങനെ അതിന് തന്മൂലം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാണ്ടാകുന്നു. ഇതൊക്കെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ കേരള തീരത്തും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി. ഈ കപ്പലപകടം ഉണ്ടായതിന് ശേഷം ഏതാണ്ട് 6ഓളം, അതായത് ഈ ഡോൾഫിനുകൾ, ചെറിയ തിമിംഗലങ്ങൾ അടക്കം 6ഓളം സംഭവങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു, ചത്ത് കരക്കടിഞ്ഞ സംഗതി. അപ്പോൾ ഇത് വലിയൊരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ശ്രീലങ്ക ഇപ്പോൾ അതിനെ നേരിടുന്നു. ഇനിയിപ്പോൾ ഇത് കേരളം ഇക്കാര്യത്തിലൊരു കൃത്യമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. അതായത് ഈ പരിസ്ഥിതി നാശത്തിനും ഈ അപകടത്തിനും ഉത്തരവാദികളായ ഈ കപ്പൽ ഉടമകൾക്കെതിരെ അല്ലെങ്കിൽ കപ്പൽ കമ്പനികൾക്കെതിരെ കൃത്യമായ നിയമ നടപടികളുമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. അതായത് സംസ്ഥാന സർക്കാർ ഏതാണ്ട് 9,531 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഈ കപ്പൽ, അതായത് MSC എന്ന് പറയുന്നത് ഒരു കപ്പൽ കമ്പനിയാണ്. അതായത് ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ് ഇവിടെ മുങ്ങിയത്. പക്ഷേ MSC എൽസ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ ഒരു കപ്പൽ കമ്പനിയാണ്. അപ്പോൾ ഇവർ 9,531 കോടി രൂപ നഷ്ടപരിഹാരം തരണമെന്നുള്ളതാണ് കേരളത്തിൻ്റെ നിലപാട്. അതിൽ കൃത്യമായി പറഞ്ഞാൽ 8,626.12 കോടി, അതായത് 8,626 കോടി 12 ലക്ഷം രൂപ പരിസ്ഥിതി നാശത്തിന് ഇവർ നഷ്ടപരിഹാരമായിട്ട് തരണം. കൂടാതെ 378 കോടി 48 ലക്ഷം രൂപ ഇവിടെ പരിസ്ഥിതി നാശം വന്നത് പുനഃസ്ഥാപിക്കാനായിട്ട് വേണം. പിന്നെ 526 കോടി 51 ലക്ഷം രൂപ ഇതുമൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം, അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ടായി. ഇപ്പം ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ മുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ് ഒഴുകി നടക്കുന്ന അവസ്ഥയിലാണ്. നിരവധി മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പരിഗണനയിൽ വരും. അപ്പോൾ ഇത്രയും പണം ഈ കപ്പൽ കമ്പനി നഷ്ടപരിഹാരമായി തരണം എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട്. അപ്പോൾ ഈ പണം അടയ്ക്കുന്നതിന് ജാമ്യ വസ്തുവായിട്ട് ഈ MSCയുടെ തന്നെ ഒരു കപ്പൽ, അതായത് MSC അക്കിറ്റേറ്റ എന്ന് പറയുന്ന ഒരു കപ്പൽ വിഴിഞ്ഞത്ത് വന്നിരുന്നു. അത് പിടിച്ചു വെക്കാനായിട്ട് ഉത്തരവിടണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതായത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുണ്ടാക്കിയ സംഗതിയായിരുന്നു തുടർച്ചയായി വന്ന 2 കപ്പൽ അപകടം. അപ്പോൾ ആശങ്ക ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു. കാരണം ആ മുങ്ങിയ കപ്പൽ, അതുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങളൊക്കെ അവസാനിച്ചു. ഒരു തീപിടിച്ച കപ്പൽ നമ്മൾ ഇന്ത്യൻ സമുദ്രമേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ആ കപ്പൽ ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അതിൽ നിന്ന് തീയും പുകയും വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. പക്ഷേ നമ്മുടെ ആശങ്കകൾ പരിഹാരമായി. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ ശ്രീലങ്ക അവരിതിൻ്റെ ഇരകളായി മാറുന്നു. ശ്രീലങ്കയ്ക്ക് ഇങ്ങനൊരു മുൻകാല ചരിത്രമുണ്ട്. സുനാമി ഉണ്ടായപ്പോൾ, കാര്യം ഇതൊരു ദ്വീപരാഷ്ട്രമാണ്, 4 ചുറ്റും കടലാണ്. അപ്പോൾ സുനാമി ഉണ്ടായപ്പോൾ ഏറ്റവും വലിയ തീവ്രത അനുഭവിച്ച രാഷ്ട്രങ്ങളിലൊന്ന് ശ്രീലങ്കയാണ്. കാരണം അതിൻ്റെ പ്രകൃതി, അതിൻ്റെ ഘടന അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അല്ലെങ്കിൽ അറബിക്കടലിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ, അപ്പോൾ കപ്പൽ അപകടങ്ങൾ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും അത് ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് ശ്രീലങ്ക. സ്വാഭാവികമായിട്ട് MSC എൽസ കപ്പൽ മുങ്ങിയപ്പോൾ ഉണ്ടായ മാലിന്യങ്ങളേറെയും അത് അങ്ങോട്ടേക്ക് ഒഴുകിച്ചെല്ലും. അത് സ്വാഭാവികമാണ്. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ അവർ നടത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കാൽസ്യം കാർബൈഡ് സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള വലിയ പരിസ്ഥിതി നാശത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക അവർക്കുണ്ട്.